ഗുഡ് മോർണിംഗ്. നമ്മൾ 2 പാഠം പഠിച്ച് കഴിഞ്ഞില്ലേ? ഇനിയിപ്പോൾ ഉള്ളത് ആ 2 പാഠത്തിൻ്റെ വർക്ക് ബുക്കുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും വർക്ക് ബുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് നമ്മളിപ്പം ആദ്യത്തെ പാഠത്തിൻ്റെ വർക്ക് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസും രണ്ടാമത്തെ പാഠത്തിൻ്റെ വർക്ക് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസും നമുക്കൊന്ന് നോക്കാം. നിങ്ങൾക്കറിയാവുന്നത് തന്നെയാണ്, നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ്. എന്നിരുന്നാലും ഒന്ന് ജസ്റ്റ് പറഞ്ഞിട്ട് നിങ്ങൾ ആ പുസ്തകം ക്വസ്റ്റ്യൻ വെച്ച് കേട്ടതിന് ശേഷം നോട്ടായിട്ട് അതിൻ്റെ ആൻസർ എഴുതി അയച്ചേക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ അങ്ങ് എഴുതാം. ആദ്യം വനഭംഗി എന്ന പാഠഭാഗത്തിൻ്റെ വർക്ക് ബുക്ക് എടുക്കുക. വനഭംഗിയുടെ വർക്ക് ബുക്ക് എടുക്കുക. എടുത്തല്ലോ. ഇനി വനഭംഗിയിലെ ആദ്യത്തേത് പിരിച്ചെഴുതുക എന്നാണ്. നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കുമല്ലോ ഈ പിരിച്ചെഴുതുക എന്താണെന്ന്. എളുപ്പമുണ്ട് അല്ലേ? ഞാൻ ഒന്ന് പറയുന്നതേ ഉള്ളൂ, ഇപ്പോൾ പറയത്തേ ഉള്ളൂ. നോട്ടുണ്ട്, ആ നോട്ട് നോക്കി ക്രമമായിട്ട് ഇത് എഴുതി വെച്ചോളണം നിങ്ങളുടെ വർക്ക് ബുക്കിൽ. തെറ്റില്ലാതെ എഴുതാമെന്ന് ഉറപ്പുണ്ടെങ്കിൽ പേന കൊണ്ട് തന്നെ എഴുതിക്കും. നോക്കിയല്ലേ എഴുതുന്നത്, അപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആദ്യത്തേത് പിരിച്ചെഴുതുക. വെളുത്തുള്ള വിണ്ണിതിൽ നോക്കുക എത്ര ചിത്രാംബരം. അപ്പോൾ വെളുത്തുള്ള ഇപ്പം നിങ്ങൾ എഴുതണ്ട കേട്ടോ, നോട്ട് നോക്കി എഴുതിയാൽ മതി. പേപ്പറിൽ എഴുതിയത് വരും, അത് നോക്കി അങ്ങ് എഴുതിയാൽ മതി. വെളുത്തുള്ള എന്നുള്ളത് വെളുത്ത അധികം ഉള്ള, വിണ്ണ അധികം ഇതിൽ, നോക്കുക അധികം എത്ര, ചിത്ര അധികം അമ്പരം. അത്രയാണ് അത് പിരിച്ചെഴുതാനുള്ളത്. അതെല്ലാം കൃത്യമായിട്ട് നോക്കി എഴുതുക. പിന്നെ പാഠഭാഗത്തു നിന്നും ഒറ്റപ്പദം എഴുതാം. ഒറ്റപ്പദം ജനകൻ്റെ മകൾ നമ്മൾ പഠിച്ചായിരുന്നു. ജനകൻ്റെ മകൾ ജാനകി അല്ലേ? പിന്നെ വെളുത്ത കൊക്കുകൾ വെള്ളക്കൊക്കുകൾ. പിന്നെ വെളുത്ത ആമ്പൽ എന്താ പഠിച്ചത്? വെള്ളാമ്പൽ. അതെല്ലാം പഠിച്ചല്ലേ? ആ പാഠഭാഗത്തിലുള്ളത് തന്നെയാണ്. ഇതാ ഞാൻ പറഞ്ഞത്, വർക്ക് ബുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, പാഠം പഠിച്ചു കഴിയുമ്പം വർക്ക് ബുക്ക് നിങ്ങൾ തനിയെ ചെയ്യണം. തനിയെ ചെയ്യുമ്പോൾ പഠിച്ച ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇനി മുന്നോട്ട് പോകുമ്പം വർക്ക് ബുക്കൊക്കെ തനിയൊക്കെ ചെയ്യണം കേട്ടോ. അറിയാൻ വയ്യാത്തത് മാത്രം പറഞ്ഞു തരേണ്ട കാര്യമുള്ളൂ, എല്ലാം ഒന്നും പറയേണ്ട കാര്യമില്ല. അപ്പം നിങ്ങളത് തനിയെ ചെയ്യാനും കൂടെ ഒരു ശീലമാക്കണം. അടുത്തത് നോക്കിയോളൂ, മാതൃക പോലെ എഴുതുക. വിനയം എന്നുള്ളത് വിനയപൂർവം എന്നായി. അപ്പോൾ സ്നേഹം എന്നുള്ളത് എങ്ങനെ എഴുതും? സ്നേഹപൂർവം. ആദരം എന്നുള്ളത് എൻ്റെ കൂടെ പറഞ്ഞു നോക്കിക്കോണേ. ആദരം എന്നുള്ളത് ആദരപൂർവം. പിന്നെ സന്തോഷം എന്നുള്ളത് സന്തോഷപൂർവം. ബഹുമാനം എന്നുള്ളത് ബഹുമാനപൂർവം. അങ്ങനെയാണ് എഴുതേണ്ടത്. അതെല്ലാം നിങ്ങൾക്കറിയാമല്ലോ. പിന്നത്തേത് പ്രയോഗഭംഗി വ്യക്തമാക്കുക. കണ്ടോ മുകൾ വെളുത്തുള്ള, മുകിൽ തിങ്ങുന്നു വിണ്ണിതിൽ, കാട്ടിൽ കൊമ്പുകൾ പൂത്തോരു പാലവൃക്ഷങ്ങൾ മാതിരി. നമ്മൾ പഠിച്ചതല്ലേ, ഓർക്കുന്നില്ലേ? ആകാശത്ത് വെളുത്ത മേഘങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നത് കണ്ടാൽ പാലയുടെ കൊമ്പുകളിൽ പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നത് പോലെ തോന്നും. അപ്പോൾ പാലയുടെ പൂവിൻ്റെ നിറം വെളുപ്പ്, ആ നിറം. പിന്നെ കൊമ്പുകൾ നിറയെ പൂവിട്ട് നിൽക്കുമ്പോൾ ഉള്ള ഒരു ആകൃതി, ഒരു രൂപം ഉണ്ടല്ലോ. പിന്നെ ഭംഗി. ഇതെല്ലാം നോക്കുമ്പം ഇതിന് നല്ല മേഘത്തോട് സാദൃശ്യമുണ്ട്. അതാണ് അതിൻ്റെ ആ പ്രയോഗ ഭംഗി എന്ന് പറയുന്നത്. പാലയിലെ പൂക്കൾ കൊമ്പുകൾ നിറഞ്ഞു നിൽക്കുന്നത് കണ്ടാൽ മേഘമാണോ എന്ന് തോന്നും. ആ ഭംഗി അത് നമ്മൾ ക്വസ്റ്റ്യൻ ആൻസറൊക്കെ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. എന്നാലും ആദ്യത്തെ പാഠമായതുകൊണ്ട് ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് നോട്ടിലേക്ക് തരുന്നുണ്ട്. അത് നിങ്ങൾ നോക്കി എഴുതി വയ്ക്കണം കേട്ടോ. എന്നിട്ട് വായിക്കണം, വായിച്ച് മനസ്സിലാക്കി വെക്കണം. അല്ലാതെ ഇതെല്ലാം ഒന്നും അങ്ങനെ കാണാതെ പഠിക്കണ്ട. ഈ വർക്ക് ബുക്കിൽ തരുന്ന പ്രയോഗഭംഗിയും കാര്യങ്ങളും ഒക്കെ പഠിപ്പിച്ചത് അല്ലെങ്കിൽ എഴുതി തരുന്നത് അല്ലെങ്കിൽ തനിയെ മനസ്സിലാക്കി നന്നായിട്ട് മനസ്സിലാക്കാനാണ് പഠിക്കേണ്ടത്. വായിച്ച് മനസ്സിലാക്കി അർത്ഥം ഉൾക്കൊണ്ടൊക്കെ വയ്ക്കുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അടുത്തത് കനം കുറഞ്ഞമ്പരത്തിൽ അതിദൂരത്തിൽ വെൺമുകിൽ കാറ്റിൽ പറന്നു പോകുന്നു വെള്ളക്കൊറ്റികൾ പോലവേ. അതൊക്കെ തന്നെ ഞങ്ങൾ എഴുതിക്കൊള്ളാം ടീച്ചറേ എന്ന് നിങ്ങൾക്ക് പറയാൻ തോന്നുന്നില്ലേ? നിങ്ങൾ ഓർക്കുന്നില്ലേ എന്താന്ന്? കനം കുറഞ്ഞ അമ്പരത്തിൽ, ആകാശത്തോടി ചെറിയ ചെറിയ തുണ്ടുമേഘങ്ങൾ പറന്നു പോകുന്നത് കണ്ടാൽ വെളുത്ത കൊക്കുകൾ പറക്കുകയാണോ എന്ന് തോന്നും അല്ലേ? ചെറിയ തുണ്ടുമേഘങ്ങൾക്കും കൊക്കിനും ഒരേ നിറം. ഏത് നിറം? വെളുപ്പ് നിറം. പിന്നെ ചെറിയ തുണ്ടുമേഘമല്ലേ,
അതിങ്ങനെ പറക്കുന്നത് കണ്ടാൽ കൊക്ക് പറക്കുന്നത് പോലെ തോന്നും അല്ലേ? അതിൻ്റെ രൂപം, അതിൻ്റെ വലിപ്പം, അതിൻ്റെ നിറം, ഭംഗി, ഇതെല്ലാം കൊണ്ടാണ് ആകാശത്തിലൂടെ പോകുന്ന മേഘങ്ങളെ കൊക്കുകൾ പറക്കുന്നത് പോലെ തോന്നുന്നു എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആ പ്രയോഗം എന്ന് പറഞ്ഞാൽ പറഞ്ഞില്ലേ, മേഘത്തിൻ്റെ ഭംഗിയും രൂപവും വലിപ്പവും ഒക്കെ ഈ തുണ്ടുമേഘങ്ങളുടേതിനോട് സമാനമാണ്. അതുകൊണ്ടാണ് കനം കുറഞ്ഞ അമ്പരത്തിൽ അതിദൂരത്തിൽ വെൺമുകിൽ കാറ്റിൽ പറന്നു പോകുന്നു വെള്ളക്കൊറ്റികൾ പോലവേ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ആ പ്രയോഗവിശേഷവും ഇപ്പോൾ ഞാനത് തരുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ എഴുതാനുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും ഇപ്രാവശ്യം ഞാനിത് തരികയാണ്. ഇനിയൊക്കെ അടുത്ത പാഠമൊക്കെ തുടങ്ങി ചെയ്യാവുന്നതൊക്കെ തനിയെ ചെയ്തോളണം കേട്ടോ. പിന്നെ അടുത്ത ഉത്തരം എഴുതുക. ആകാശം എങ്ങനെ ശോഭിക്കുന്നുവെന്നാണ് സീത പറയുന്നത്. ഓർക്കുന്നുണ്ടോ? നീലോൽപല വനത്തിൻ്റെ ഭംഗിയാർന്ന നഭസ്ഥലം എന്തുപോലെ ശോഭിക്കുന്നു? കാന്താ നിന്നുടൽ പോലഹോ. ശരിക്കും ശ്രീരാമൻ്റെ ഉടൽ പോലെ ശോഭിക്കുന്നു എന്നാണ് പറയേണ്ടത്. അത്രയുമേ പറയാനുള്ളൂ. എന്നാലും ഒരു ചോദ്യോത്തരം ആയതുകൊണ്ട് അത് നല്ല വിശദമാക്കി. ശ്രീരാമൻ നീലോൽപല വർണ്ണനാണ്, നീലോൽപലത്തിൻ്റെ നിറമുള്ളയാളാണ്. അതുകൊണ്ടാണ് നീലോൽപല വനത്തിൻ്റെ ഭംഗിയുള്ള ആകാശം ശ്രീരാമൻ്റെ ഉടൽ പോലെയാണ് ശോഭിക്കുന്നത് എന്ന് സീത പറയുന്നത് എന്ന് ഒരു ഉത്തരമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. അത് നിങ്ങൾ പഠിച്ചോളണം. ക്വസ്റ്റ്യൻ ആൻസറായിട്ട് വേറെ ഇല്ല. അതുകൊണ്ട് എന്നാലും മനസ്സിലാക്കി വെക്കേണ്ട കാര്യം എന്താ അതിനകത്ത്? ആകാശം എങ്ങനെയാണ് ശോഭിക്കുന്നത്? ആകാശം കണ്ടാൽ കാന്ത നിന്നുടൽ പോലഹോ, നിൻ്റെ ഉടൽ പോലെയാണ് ശോഭിക്കുന്നത് എന്നാണ് പറയുന്നത് അല്ലേ? ശ്രീരാമൻ്റെ നിറവും നീലോൽപലത്തിൻ്റെ നിറമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പം നീലോൽപല വനത്തിൻ്റെ ഭംഗിയുള്ള ആകാശദേശം കണ്ടാൽ ശ്രീരാമൻ്റെ ദേഹം, ശരീരം പോലെയാണ് ശോഭിക്കുന്നത്. ആൻസർ അതൊന്ന് പഠിച്ചു വെച്ചോളുക. അടുത്തതോ, വെള്ളാമ്പൽ നിര പൊയ്കയിൽ എങ്ങനെയാണ് ശോഭിക്കുന്നത്? അതും നിങ്ങൾക്കറിയാമല്ലോ. വെള്ളാമ്പൽ നിര പൊയ്കയിൽ എങ്ങനെയാണ് ശോഭിക്കുന്നത് നിങ്ങൾക്ക് തനിയെ അറിയാമെങ്കിൽ നിങ്ങൾ എഴുതിക്കൂ. അല്ലെങ്കിൽ ഇപ്രാവശ്യം നോക്കി എഴുതുക കേട്ടോ. ഞാൻ ഇപ്രാവശ്യം നോട്ടിൽ അത് തരുന്നുണ്ട്. പൊയ്കയിൽ ആമ്പൽപ്പൂക്കൾ നിറഞ്ഞു നിൽക്കുകയാണ്. വെള്ളാമ്പൽ പൂക്കൾ നിരന്ന് പൊയ്കയിൽ അങ്ങനെ നിൽക്കുകയാണ്. ആ നിൽക്കുന്നത് കണ്ടിട്ട് എന്താണെന്നാണ് തോന്നിയത്? ആകാശത്ത് നിന്നും നക്ഷത്രങ്ങൾ പൊഴിഞ്ഞു വീണ് കിടക്കുകയാണോ എന്നാണ് തോന്നിയത്. എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നിയത്? പൊയ്കയിലെ ആമ്പൽപ്പൂക്കളിൽ എന്തുണ്ട്? മഞ്ഞുതുള്ളികൾ വീണിട്ടുണ്ട്. അതിലേക്ക് സൂര്യപ്രകാശം അടിക്കുമ്പോൾ നല്ല ശോഭിക്കും. അതൊരു നക്ഷത്ര ശോഭ പോലെയാണ്. ആ മനോഹരമായ പൂവിൽ മഞ്ഞുതുള്ളി വീണിട്ട് അതിലേക്ക് സൂര്യപ്രകാശം കൂടി വരുമ്പോഴുള്ള ആ ശോഭ കണ്ടാൽ ശരിക്കും ആകാശത്തു നിന്നും നക്ഷത്രങ്ങൾ പൊഴിഞ്ഞു വീണ് ശോഭിക്കുകയാണോ എന്ന് തോന്നും. ഇതാണ് അതിൻ്റെ കാര്യം അല്ലേ? അത് ക്വസ്റ്റ്യൻ ആൻസറൊക്കെ ആയിട്ട് പല രീതിയിൽ അത് പഠിച്ചിട്ടുണ്ട്. എന്നാലും പഠിച്ചോളണേ. പിന്നെ ആ പാഠത്തിൽ നിങ്ങൾക്ക് എന്നതാ ഉള്ളത്? ജീവചരിത്രക്കുറിപ്പ് അല്ലേ? ആരെക്കുറിച്ചാണ്? കുമാരനാശാനെക്കുറിച്ച്. കുമാരനാശാനെക്കുറിച്ച് നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചായിരുന്നു അല്ലേ? എന്നാലും ജീവചരിത്രക്കുറിപ്പ് നിങ്ങൾക്ക് എഴുതി ഇതിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതായത് 1873 ഏപ്രിൽ 12 തിരുവനന്തപുരത്തെ കായിക്കരയിലാണ് അദ്ദേഹം ജനിച്ചത്. വളരെ ചുരുക്കിയ കുറിപ്പുകൾ തന്നിട്ടുള്ളൂ. നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിന് ഒരുപാട് നീട്ടിയല്ല ഞാൻ സെൻറ്റൻസ് എഴുതിയിരിക്കുന്നത് കേട്ടോ. പിന്നെ മഹാകാവ്യം എഴുതാതെ മഹാകവിയായി. ആരാന്നറിയാലോ? ആശാൻ. ആധുനിക കവിത്രയത്തിൽ പെടുന്നു. അത്രയുമേ എഴുതിയിട്ടുള്ളൂ. ആധുനിക കവിത്രയത്തിൽ 3 പേരുണ്ടെന്നറിയാം. അതിൽ പ്രശസ്തനാണെന്നും അറിയാം. അപ്പോൾ ചുരുക്കി എഴുതി ആധുനിക കവിത്രയത്തിൽ പെടുന്നു. പിന്നെ ശ്രീനാരായണ ഗുരുദേവൻ്റെ ശിഷ്യനാണ്. 1903 SNDP സ്ഥാപിച്ചപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു മഹാനായ ഈ കവി. അദ്ദേഹം കവിയാണ്. പിന്നെ ഇതുപോലെ SNDPയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ വീണപൂവ്, നളിനി, ലീല, കുറേ കൃതികളുണ്ട്. എല്ലാം ഒന്നും എഴുതിയിട്ടില്ല. 2-3 കൃതികളുടെ പേര് അത്രയും മാത്രം ഒന്ന് പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. 4-5 സെൻറ്റൻസ് ഏറ്റവും ചുരുക്കി അത് പഠിച്ചു വെച്ചോളണം. അതപ്പം നിങ്ങൾക്ക് വേണ്ടി ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ വാങ്മയ ചിത്രം എഴുതുക എന്നുള്ളതാണ്.
അപ്പോൾ വനഭംഗി എന്ന പാഠത്തിൻ്റെ വാങ്മയ ചിത്രം. ശരിക്കും വനഭംഗി എന്ന പാഠത്തിൽ പ്രകൃതി വർണ്ണന അത് ചോദിച്ചിട്ടുണ്ട്, നോട്ട് ബുക്കിൽ തന്നിട്ടുണ്ട്. വനഭംഗി എന്ന പാഠത്തിൻ്റെ പ്രകൃതി വർണ്ണന വിവരണം തയ്യാറാക്കുക എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ ആൻസർ നോട്ട് ബുക്കിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ആ ആൻസർ തന്നെ മതി. അതുകൊണ്ട് ഇതിൽ വേറെ എഴുതേണ്ട കാര്യം ഇല്ല കേട്ടോ. അപ്പോൾ വാങ്മയ ഭംഗി എന്നൊക്കെ, വാങ്മയ ചിത്രം എന്ന് പറഞ്ഞാൽ വാക്കുകൾ കൊണ്ട് ചിത്രം വരയ്ക്കുക എന്നതാണ്. അതായത് എപ്രകാരമാണ് കാടിനെ കവി ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത് ആ കാര്യം വിശദമായിട്ട് എഴുതുക എന്ന. അതിനു പകരം നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതിയിട്ടുള്ള വനഭംഗി എന്ന പാഠഭാഗത്തിലെ പ്രകൃതി വർണ്ണന വിവരണം തയ്യാറാക്കുക എന്ന ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഉണ്ടല്ലോ, ആ ആൻസർ തന്നെയാണ് ഇതിൻ്റെയും ആൻസർ. അപ്പോഴിതെഴുതണോ? വേണ്ട. അപ്പോൾ നിങ്ങൾ ആ വർക്ക് ബുക്കിൻ്റെ സൈഡിൽ ഒന്നുകിൽ ഒരു ചെറിയ ഇൻറ്റു മാർക്ക് ഇട്ട് വെക്കുക കേട്ടോ. അല്ല എങ്കിൽ ആ ആൻസർ തന്നെ ഇങ്ങോട്ട് എടുത്തെഴുതണം. അത് നിങ്ങളുടെ യുക്തി പോലെ നിങ്ങൾക്ക് ചെയ്യാം, ഏത് വേണമെങ്കിലും ആകാം. കേട്ടല്ലോ? അപ്പോൾ വർക്ക് ബുക്ക് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്കിപ്പോൾ മനസ്സിലായില്ലേ എൻ്റെ സഹായം ഇല്ലെങ്കിലും നിങ്ങൾക്കത് എഴുതാമായിരുന്നു എന്ന്. അതുകൊണ്ട് കുഴപ്പമില്ല, ആദ്യത്തെ പാഠമല്ലേ, അതിപ്പം വേണ്ടതെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഇനിയും അടുത്ത പാഠം ഒക്കെ വരുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടി ചെയ്യണം. ഇനിയിപ്പം നമുക്ക് അനർഘ നിമിഷം അതും കൂടി നമുക്ക് പറഞ്ഞേക്കാം അല്ലേ. അനർഘ നിമിഷത്തിൽ വർക്ക് ബുക്കിനകത്ത് എന്താ ഉള്ളതെന്ന് നമുക്ക് നോക്കാം. എടുത്തോ? പാഠമെടുത്തല്ലോ. അതിനകത്ത് ആദ്യം പിരിച്ചെഴുതുക തന്നെ. അപ്പോൾ മുഖമുയർത്തുക, മുഖം അധികം ഉയർത്തുക, പുലർത്തിയിരുന്നു, പുലർത്തി അധികം ഇരുന്നു, അതീതമായി, അതീതം അധികം ആയി. പിന്നെ ഭിന്നിപ്പല്ല, ഭിന്നിപ്പ് അധികം അല്ല. ഇത്രയുമാണ് നമുക്ക് പിരിച്ചെഴുതാൻ തന്നിരിക്കുന്നത്. അതൊക്കെ അറിയാം, എന്നാലും എഴുതി നോക്കണം. ഏതായാലും ഇപ്പം നിങ്ങൾക്ക് എഴുതിയത് അയക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കണ്ടെത്തുക, വശമില്ല. ഈ വാക്ക് പിരിക്കുന്നത് ഇങ്ങനെയാണ്: വശം, അധികം, ഇല്ല. ഇത്തരത്തിലുള്ള എത്ര വാക്കുകൾ പാഠഭാഗത്തുണ്ട്? പിരിച്ച് നോക്കി എഴുതുക. അത് പുസ്തകം വായിച്ചു കഴിയുമ്പോൾ ഏതാണ്ട് അതേ രീതിയിൽ തന്നെയുള്ള നിരവധി വാക്കുകളുണ്ട്. നമുക്കൊരു 3-4 എണ്ണം അതിൽ നിന്ന് എഴുതാം. ആദ്യം ഒന്ന് വശം അധികം ഇല്ല അല്ലേ, വശമില്ല. അതേപോലെ മുഖം അധികം ഉയർത്തി, മുഖമുയർത്തി. ആദ്യം അധികമായിട്ട്, ആദ്യമായിട്ട്. ശാന്തിയും അധികമാണ്, ശാന്തിയുമാണ്. ഇവിടെയൊക്കെയുള്ള പ്രത്യേകത കണ്ടോ? വശം അധികം ഇല്ല, വശമില്ല. ആ വട്ടം ഉണ്ടല്ലോ, അനുസ്വാരം, അതിൻ്റെ സ്ഥാനത്ത് മാ വരുന്നതാണ്. മുഖം അധികം ഉയർത്തി, മുഖമുയർത്തി. അവിടെയും കണ്ടോ അനുസ്വാരത്തിൻ്റെ സ്ഥാനത്ത് മകാരം, മാ എന്ന അക്ഷരം വന്നല്ലോ. ആദ്യം അധികമായിട്ട് അവിടെയും ചേർന്നപ്പോൾ ആദ്യം എന്നുള്ളത് ആ അനുസ്വാരം പോയിട്ട് മാ വന്ന് ആദ്യമായിട്ടെന്നായി. ശാന്തിയും അധികമാണ്, അവിടെയും അനുസ്വാരം പോയി മകാരം വരുന്നു. ഇതാണ് ശരിക്കും അവിടുത്തെയുള്ള ഒരുമ എന്ന് പറയുന്ന ഒരേപോലെയുള്ള പദങ്ങൾ. അങ്ങനെയാണ് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോഴതും തരുന്നത് നോക്കി നിങ്ങൾ ഈ വർക്ക് ബുക്കിൽ എഴുതി വയ്ക്കണം കേട്ടോ. പിന്നെ മാതൃക പോലെ എഴുതുക. എന്താണ്? സുഖവും ദുഃഖവും എന്നുള്ളത് എങ്ങനെ എഴുതാം? സുഖവും ദുഃഖവും എന്നുള്ളത് സുഖദുഃഖങ്ങൾ എന്നെഴുതാം. കളിയും തമാശയും എന്നുള്ളത് കളിതമാശകൾ എന്നെഴുതാം. കയ്യും കാലും എന്നത് കൈകാലുകൾ എന്നെഴുതാം. സുഖവും സൗകര്യവും എന്നത് സുഖസൗകര്യങ്ങൾ എന്നെഴുതാം. കളിയും തമാശയും എന്നുള്ളത് കളിതമാശകൾ. കയ്യും കാലും എന്നുള്ളത് കൈകാലുകൾ. സുഖവും സൗകര്യവും എന്നത് സുഖസൗകര്യങ്ങൾ. മനസ്സിലായോ? അപ്പോൾ ആ തരത്തിലാണ് ഒറ്റപ്പദമാക്കി എഴുതേണ്ടത്. നിങ്ങൾക്ക് വലിയ ക്ലാസ്സിൽ ചെല്ലുമ്പോഴേ ഇതൊക്കെ സമാസമായിട്ടും ഒക്കെ വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു അടിസ്ഥാനം എന്ന നിലയിലാണ് വാക്കുകൾ ഇങ്ങനെ വിഘടിപ്പിച്ചാൽ എങ്ങനെയാണ് സമസ്തപദം എങ്ങനെയാണ് വരുന്നത് എന്നൊക്കെയുള്ള പ്രവർത്തനം ഇവിടെ വരുന്നത്. ഇപ്പോൾ ഇത് മാത്രം പഠിക്കുക. ഇതിൻ്റെ നിയമങ്ങളും കാര്യങ്ങളുമൊക്കെ 8ാം ക്ലാസ് തൊട്ടാണ് കാര്യമായിട്ട് പഠിക്കാൻ പോണത്. പിന്നെ അടുത്തത് പരമാവധി വാക്യങ്ങൾ അർത്ഥവ്യത്യാസം വരാതെ എഴുതുക. ഇപ്പോൾ ഞാൻ ജീവിതത്തിൽ
മടയന്മാരെ കാണുന്നത് ആദ്യമായിട്ടല്ല എന്നൊരു സെൻറ്റൻസ് തന്നിരിക്കുന്നു. ഇനി ഇതേ സെൻറ്റൻസ് അർത്ഥത്തിന് ഒരു വ്യത്യാസവും വരാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ എഴുതാം. അതായത് ഇപ്പോൾ ഒരു കാര്യം ഞാൻ പറഞ്ഞാൽ അതേ കാര്യം തന്നെ വേറൊരാൾ വന്ന് പറയുമ്പം വേറൊരു ഇത്തിരി വ്യത്യാസമൊക്കെ ഉണ്ടാകും അല്ലേ. ഞാൻ പറയുന്ന അതേപോലെയൊന്നും ആയിരിക്കത്തില്ല വാക്കടുക്കി പറയുന്നത്, കാര്യം ഒന്നായിരിക്കുകയും ചെയ്യും. അപ്പോൾ ഒരേ കാര്യത്തെ പലതരത്തിൽ അർത്ഥത്തിന് ഒരു വ്യത്യാസവും ഇല്ലാതെ പറയാം എന്നതിന് ഒരു ഉദാഹരണം മാത്രമാണ് ഇത്. ഇപ്പം നീ അങ്ങോട്ട് പോകുമെന്ന് പറഞ്ഞാലും അങ്ങോട്ട് നീ പോയി വാ എന്ന് പറഞ്ഞാലും ഒക്കെ വ്യത്യാസമില്ലാത്തതുപോലെ ഇവിടെ ഞാൻ ജീവിതത്തിൽ മടയന്മാരെ കാണുന്നത് ആദ്യമായിട്ടല്ല. അപ്പോഴിതിനെ ഒന്ന് ഇത്തിരി മാറ്റി പറഞ്ഞാൽ എങ്ങനെ പറയാം? ഞാൻ മടയന്മാരെ കാണുന്നത് ജീവിതത്തിൽ ആദ്യമായിട്ടല്ലെന്ന് പറഞ്ഞാലും തെറ്റില്ല. ജീവിതത്തിൽ ആദ്യമായിട്ടല്ല ഞാൻ മടയന്മാരെ കാണുന്നതെന്ന് പറഞ്ഞാലും തെറ്റില്ല. ഞാൻ മടയന്മാരെ ജീവിതത്തിൽ ആദ്യമായിട്ടല്ല കാണുന്നതെന്ന് പറഞ്ഞാലും എല്ലായിടത്തും ചെറിയ വ്യത്യാസമുണ്ട് കേട്ടോ. ആദ്യത്തേതിൽ ഞാൻ ജീവിതത്തിൽ മടയന്മാരെ കാണുന്നത് ആദ്യമായിട്ടല്ല, രണ്ടാമത്തേതിൽ ഞാൻ മടയന്മാരെ കാണുന്നത് ജീവിതത്തിൽ ആദ്യമായിട്ടല്ല, മൂന്നാമത്തേതിൽ ജീവിതത്തിൽ ആദ്യമായിട്ടല്ല ഞാൻ മടയന്മാരെ കാണുന്നത്, നാലാമത് ഞാൻ മടയന്മാരെ ജീവിതത്തിൽ ആദ്യമായിട്ടല്ല കാണുന്നത്. ഇങ്ങനെ മാറ്റി മറിച്ച് ഒരേ സെൻറ്റൻസിനെ അർത്ഥം വ്യത്യാസം വരാതെ തിരിച്ചും മറിച്ചും ഒക്കെ എഴുതാൻ സാധിക്കും. അത് നിങ്ങളുടെ ഭാഷാ നൈപുണി, ഭാഷ പ്രയോഗിക്കാനുള്ള കഴിവ് വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയാണ് ഇതുപോലെയുള്ള സെൻറ്റൻസുകളൊക്കെ തന്ന് ചെയ്യിക്കുന്നത്. ഇതേപോലെ നിങ്ങൾക്ക് പുസ്തകത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു സെൻറ്റൻസ് എടുത്തിട്ട് തന്നെത്താനെ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒരു കാര്യം പറഞ്ഞിട്ട് അതിനെ അർത്ഥം വ്യത്യാസം വരാതെ മാറ്റി മറിച്ച് 3-4 തരത്തിലൊക്കെ എഴുതി നോക്കാം. അതൊക്കെ നല്ല കാര്യങ്ങളാണ് കേട്ടോ. പിന്നെ പറഞ്ഞിരിക്കുന്നത് വാക്യത്തിൽ പ്രയോഗിക്കുക എന്നുള്ളതാണ്. വാക്യത്തിൽ പ്രയോഗിക്കുക എന്നുള്ളത് ഉൾക്കൊള്ളാൻ ശ്രമിക്കുക, ജാതിക്കും ഉൾക്കൊള്ളാൻ ശ്രമിക്കുക, നന്ദി പറയുക, പിന്നെ ഏതാ ആർത്തിച്ചിരിക്കുക, ഇളിഭ്യത മറയ്ക്കുക. ഈ 4 എണ്ണമാണ് തന്നിരിക്കുന്നത്. 4നും ഓരോ സെൻറ്റൻസ് ഇപ്പോൾ ഞാൻ എഴുതിയിട്ടുണ്ട് നിങ്ങൾക്ക് തരാൻ. പക്ഷേ ഇതൊക്കെ നിങ്ങൾക്ക് തനിയെ എഴുതാവുന്നതുമാണ്. ഞാൻ എഴുതിയിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് വായിച്ച് കേൾപ്പിച്ചേക്കാം. ജാതിക്കും മതത്തിനും അതീതമായി എല്ലാവരെയും സ്നേഹിക്കുവാനും ഉൾക്കൊള്ളുവാനും വിവേകാനന്ദൻ നമ്മെ പഠിപ്പിച്ചു. അത് ഉൾക്കൊള്ളാൻ ശ്രമിക്കുക എന്നത് ചേർത്തിട്ടുള്ള ഒരു സെൻറ്റൻസാണ്. ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. ജാതിക്കും മതത്തിനും അതീതമായി എല്ലാവരെയും സ്നേഹിക്കുവാനും ഉൾക്കൊള്ളുവാനും വിവേകാനന്ദൻ നമ്മെ പഠിപ്പിച്ചു. പിന്നെ നന്ദി പറയുക. നന്ദി പറയുക ചേർത്തിട്ട് നമുക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ആരെങ്കിലും ചെയ്താൽ അവരോട് നന്ദി പറയുന്ന ശീലം കുട്ടിക്കാലം മുതൽ നമുക്കുണ്ടായിരിക്കണം. ആർത്തിച്ചിരിക്കുക. ആർത്തിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങ് അല്ലേ മറ്റുള്ളവരെ കണക്ക് കൂട്ടാതെ അങ്ങ് ബഹളം വെച്ചുള്ള ഒരു ചിരി. മിഴാവ് കൊട്ടിക്കൊണ്ടിരുന്ന നമ്പ്യാർ ഉറങ്ങിപ്പോയപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ചാക്യാർ പരിഹസിക്കുന്നത് കേട്ട് ആളുകൾ ആർത്തിച്ചിരിച്ചു. അങ്ങനെ ആ നമ്പ്യാർ ചാക്യാർ കുത്തിൽ നിന്നും മാറി തുള്ളൽ എന്ന് പറയുന്ന പ്രസ്ഥാനം കൊണ്ടുവന്നതൊക്കെ കേട്ടോ. അതിൻ്റെ ഒരു സൂചനയും കൂടെ മനസ്സിലായിക്കോട്ടെ എന്ന് കരുതിയാണ് അങ്ങനെ പറഞ്ഞേക്കുന്നത്. മിഴാവ് കൊട്ടി, മിഴാവ് എന്ന് പറഞ്ഞൊരു വാദ്യം. ചാക്യാർ കൂത്ത് പറയുമ്പം മിഴാവ് കൊട്ടുന്നത് നമ്പ്യാരാണ്. ആ വാദ്യം കൊട്ടിക്കൊണ്ടിരുന്നപ്പോൾ ഇടയ്ക്ക് അദ്ദേഹം ഉറങ്ങിപ്പോയി. അപ്പോൾ ചാക്യാർ പരിഹസിച്ചു. ഇത് കേട്ട ആളുകൾ ആർത്തിച്ചിരിച്ചു. ഇളിഭ്യത മറയ്ക്കുക. ഇളിഭ്യത എന്ന് പറഞ്ഞാൽ നാണക്കേട് അല്ലേ. വിവേകാനന്ദന് ഇംഗ്ലീഷ് അറിയാമെന്ന് മനസ്സിലായപ്പോൾ അതുവരെ അദ്ദേഹത്തെ പരിഹസിച്ച യുവാക്കൾ ഇളിഭ്യത മറയ്ക്കാൻ നന്നേ പാടുപെട്ടു. നമ്മൾ കണ്ടതല്ലേ ആ ബ്രിട്ടീഷുകാരായ പിള്ളേർ കിടന്ന് കഷ്ടപ്പെടുന്ന യുവാക്കളെ കിടന്ന് കഷ്ടപ്പെടുന്നത്. ആ കാര്യം ഇത് ഇപ്പോൾ എഴുതി വയ്ക്കുക. ഇത് തന്നെ പരീക്ഷയ്ക്ക് എഴുതണമെന്നൊരു നിർബന്ധവും ഇല്ല കേട്ടോ. ഈ വാക്യത്തിൽ പ്രയോഗിക്കാനുള്ളത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഏത് സെൻറ്റൻസും അർത്ഥത്തിൽ ഒരു തെറ്റില്ലാതെ എഴുതാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. നിങ്ങൾ ആശയം മാറരുത്, ആശയമൊന്നും തെറ്റിപ്പോകരുത്, അർത്ഥമൊന്നും തെറ്റരുത്. ഏതാണോ ചോദിച്ചിരിക്കുന്നത് അത് വേണം അതിൽ മെയിനായിട്ട് എന്നേ ഉള്ളൂ. ആ കാര്യം ഉൾക്കൊണ്ട് നിങ്ങൾ എഴുതാൻ ശ്രമിക്കുക. ഇതിപ്പോൾ എക്സാമ്പിൾ തരുന്നുണ്ട് എന്നേ ഉള്ളൂ. ഇനി എന്താണ്? സ്വാമി വിവേകാനന്ദൻ്റെ ജീവിതത്തിലെ ഒരു സംഭവം. അത്
നിങ്ങൾ സ്വാമിജിയെക്കുറിച്ച് വായിച്ച് കിട്ടുന്ന ഏതെങ്കിലും കാര്യം നിങ്ങളുടെ സമയം പോലെ അതിലൊരു വർക്കായിട്ട് ടെക്സ്റ്റിലും ഉണ്ടായിരുന്നു, തനിയെ കണ്ടെത്തിക്കൊള്ളാൻ ഞാൻ പറഞ്ഞ കാര്യം. അതുകൊണ്ട് കണ്ടെത്തി കഴിയുമ്പം അതിലേക്കൊന്ന് എഴുതി വെച്ചാൽ മതി. ചെറിയൊരു സംഭവം വളരെ ചുരുക്കി അങ്ങ് എഴുതിയാൽ മതി. ഇപ്പം ഞാനത് തരുന്നില്ല. എന്തെങ്കിലുമൊക്കെ നിങ്ങൾ സ്വയം വായിച്ചും കൂടി എഴുതണമല്ലോ. അതിപ്പോൾ ഇന്നോ നാളെയോ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമില്ല. സാവകാശം പുസ്തകങ്ങളൊക്കെ വായിക്കുക. എന്നിട്ട് വിവേകാനന്ദനെക്കുറിച്ചുള്ള സംഭവങ്ങൾ കിട്ടിക്കഴിയുമ്പോൾ അവിടേക്കൊരു ചെറുതായിട്ടൊരു നോട്ട് തനിയെ എഴുതി വയ്ക്കുക കേട്ടോ. അപ്പം നിങ്ങൾ തനിയെ ചെയ്യാനാണെന്നുള്ള ഒരു സൂചന അവിടെ കൊടുക്കുക. ഹോംവർക്കെന്നോ മറ്റോ ഒന്നിട്ടാലും മതി. അടുത്തത്, നിങ്ങളുടെ ഗ്രന്ഥശാലയിൽ മഹാന്മാരെക്കുറിച്ച് ഒരു പ്രഭാഷണ പരമ്പര നടക്കുന്നു. അതിൽ പങ്കെടുക്കുന്ന നിങ്ങൾ സ്വാമി വിവേകാനന്ദനെക്കുറിച്ചാണ് സംസാരിക്കേണ്ടത്. അവിടെ നടത്താൻ ഉദ്ദേശിക്കുന്ന പ്രഭാഷണം, എന്താ പ്രഭാഷണം എന്ന് പറഞ്ഞാൽ പ്രസംഗം അല്ലേ? അപ്പം ശരിക്കും അത് നല്ലൊരു കാര്യമാണ്. സ്വാമി വിവേകാനന്ദനെക്കുറിച്ചുള്ള ഒരു പ്രസംഗം. അത് നിങ്ങളെല്ലാവരും പഠിച്ചു വെക്കണ്ട. എന്നെ തന്നെ ചെയ്യുമോ? വേണ്ട, ഇപ്പം ടീച്ചർ തന്നേക്കാം കേട്ടോ. ഇപ്പം നിങ്ങൾ തന്നെ ചെയ്യണ്ട, ഇപ്പം ഞാൻ തരാം. അത് അത്യാവശ്യം വിവേകാനന്ദനെക്കുറിച്ചൊക്കെ നമ്മൾ പ്രസംഗം എഴുതാൻ പോയ ഒരുപാടുണ്ട്. പക്ഷെ നിങ്ങൾ ഈ കൊച്ചു പിള്ളേരല്ലേ, നിങ്ങൾക്കിപ്പോൾ ഒരുപാടൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പം അതിൻ്റെ അത്യാവശ്യം മാതൃകയിൽ തന്നെ ചെറിയൊരു പ്രസംഗമാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഒന്ന് വായിച്ച് കേൾപ്പിക്കാവേ, വെച്ചിട്ട് പഠിച്ചോളണം. സ്വാമി വിവേകാനന്ദൻ. അഭിവന്ദ്യ സദസ്സിന് എൻ്റെ വിനീത നമസ്കാരം. അപ്പോൾ നമുക്ക് ആ ബഹുമാനപ്പെട്ട അതിഥികളെ എല്ലാവരെയും ചേർത്ത് ഒന്നിച്ചങ്ങ് പറയുന്നേ ഉള്ളൂ. ഓരോരുത്തരെയും വിളിക്കുന്നില്ല, ക്ഷണിക്കുന്നില്ല. എല്ലാവരെയും ഒന്നിച്ച് അഭിവന്ദ്യ സദസ്സിന്, അതായത് ബഹുമാന്യരായ എല്ലാവരും, വേദിയിലിരിക്കുന്ന എല്ലാവർക്കും, വേദിയിലും സദസ്സിലിരിക്കുന്ന എല്ലാവരെയും നമസ്കരിക്കുകയാണ്. എന്നിട്ട് ബഹുമാന്യരെ, ഇപ്പോൾ പ്രത്യേകിച്ച് ആരുടെയും പേരൊന്നും സൂചിപ്പിക്കുന്നില്ല. നമ്മുടെ ഗ്രന്ഥശാല ഇന്നിവിടെ മഹാന്മാരെക്കുറിച്ചുള്ള പ്രഭാഷണം സംഘടിപ്പിച്ചിരിക്കുകയാണല്ലോ. ഞാൻ ഇന്നിവിടെ പറയുന്നത് സ്വാമി വിവേകാനന്ദനെക്കുറിച്ചാണ്. സ്വാമി വിവേകാനന്ദൻ്റെ യഥാർത്ഥ പേര് നിങ്ങൾക്കറിയാമല്ലോ, നരേന്ദ്രദത്ത എന്നായിരുന്നു. അത് നിങ്ങൾക്കറിയാമല്ലോ എന്ന് പ്രസംഗത്തിലില്ല കേട്ടോ, ഞാനങ്ങ് ചോദിച്ചതാണ്. ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ശിഷ്യനായ അദ്ദേഹമാണ് ശ്രീരാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത്. ഇത് പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞതല്ലേ. ഇനി 1893 ചിക്കാഗോ ലോകമത സമ്മേളനത്തിൽ ആ ഇയറൊക്കെ ഓർത്തിരുന്നോളണം കേട്ടോ. ഇന്ത്യയെ പ്രതിനിധീകരിച്ചത് സ്വാമി വിവേകാനന്ദനാണ്. നമ്മുടെ നാടിനിന്ന് ആവശ്യം ഇരുമ്പിൻ്റെ മാംസപേശികളും ഉരുക്കിൻ്റെ ഞരമ്പുകളുമാണെന്ന് പറഞ്ഞ അദ്ദേഹം, അതായത് ഇവിടുത്തെ എല്ലാ ആളുകളും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ശക്തരാകാനുള്ള ആഹ്വാനമാണത് കേട്ടോ. ഇവിടുത്തെ നമ്മുടെ നാടിനിന്ന് ആവശ്യം ഇരുമ്പിൻ്റെ മാംസപേശികളും ഉരുക്കിൻ്റെ ഞരമ്പുകളുമാണെന്ന് പറഞ്ഞ അദ്ദേഹം കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചു. സെൻറ്റൻസ് ചുരുക്കാൻ വേണ്ടിയാണ് രണ്ട് കാര്യം ഒന്നിച്ച് ആ സെൻറ്റൻസിൽ വരുത്തിയത്. കേരളത്തിലെ ജാതീയമായ അസമത്വമൊക്കെ കണ്ടിട്ട് അദ്ദേഹം കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ ജന്മദിനം നാം ദേശീയ യുവജന ദിനമായി ആഘോഷിക്കുന്നു. ഉത്തിഷ്ഠത, ജാഗ്രത, പ്രാപ്യവരാൻ നിബോധത എന്ന അദ്ദേഹത്തിൻ്റെ ആഹ്വാനത്തെ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ ഒരു പ്രസംഗത്തിൽ നിങ്ങൾക്ക് പഠിക്കാൻ വിഷമമൊന്ന് തോന്നുകയാണെങ്കിൽ ആ സെൻറ്റൻസ് അങ്ങ് വിട്ടേരെ. എന്നിട്ട് എളുപ്പമുള്ളത് മാത്രം 3-4 സെൻറ്റൻസ് ആയാലും മതി. നിങ്ങൾക്ക് എളുപ്പമുള്ളത് മാത്രം എടുത്ത് പഠിച്ചാൽ മതി കേട്ടോ. അപ്പോൾ സ്വാമി വിവേകാനന്ദനെക്കുറിച്ചുള്ള പ്രസംഗമായി അത്യാവശ്യം എഴുതേണ്ടത് എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനിയും വല്ലതുമുണ്ടോ ഇതിനകത്ത്? ഇല്ല. അപ്പോൾ വർക്ക് ബുക്കിലുള്ള കാര്യങ്ങളൊക്കെയായി. ഇന്ന് നമുക്ക് ഈ വർക്ക് ബുക്ക് എഴുതുന്ന ജോലികൾ ചെയ്യാം അല്ലേ? അപ്പം നിങ്ങൾക്ക് എഴുതാനുള്ള നോട്ട് ഇതിൻ്റെ കൂടെ തന്നെ കിട്ടും. അത് നിങ്ങൾ എത്രയും പെട്ടെന്ന് എഴുതി വയ്ക്കുക. എഴുതിയിട്ട് വായിക്കണം. കാണാതെ പഠിക്കുന്നതിനേക്കാളധികം മനസ്സിലാക്കണം. മനസ്സിലാക്കി സ്വയം പറയാനൊക്കെയുള്ള ശേഷി നേടിയെടുക്കണം. അതൊക്കെയാണ് നമുക്ക് ആവശ്യം. അല്ലാതെ എല്ലാം കാണാതെ ഒരാൾക്ക് പഠിക്കാൻ പറ്റില്ല. കാണാതെ മാത്രം പഠിച്ചാൽ അത് പിന്നെ മറന്നുപോയി എന്നാ ചെയ്യും. അതുകൊണ്ട് മനസ്സിലാക്കി പഠിക്കുക. മനസ്സിലാക്കിയിട്ട് സ്വന്തമായിട്ട് സെൻറ്റൻസിൽ എഴുതാം, ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഈ 2 പാഠവും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോഴേ ഇതിൻ്റെ പുറകെ ടെസ്റ്റ് പേപ്പർ ഉണ്ടാവും കേട്ടോ. തൊട്ടടുത്ത ദിവസം തന്നെ ടെസ്റ്റ് പേപ്പർ ഉണ്ടാവും. 2 പാഠവും നന്നായിട്ട് പഠിച്ചു കൊള്ളണം. പിന്നെ നമുക്ക് മിഡ് ടേം എക്സാം ഒക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് ഒന്നും പഠിക്കാതിരിക്കരുത്. ഈ 2 പാഠം നല്ല രീതിയിൽ പഠിച്ചു കൊള്ളുക.
ടെസ്റ്റ് പേപ്പറും ഒക്കെ എഴുതാൻ റെഡി ആയിക്കോളൂ. ഏത് വന്നാലും എഴുതണം. ടെസ്റ്റ് പേപ്പർ എഴുതുന്നത് ക്വസ്റ്റ്യൻ തരാം. നിങ്ങൾ സ്വയം നിങ്ങളുടെ ആവശ്യമല്ലേ, അതുകൊണ്ട് പഠിച്ചിട്ട് തന്നെത്താനെ എഴുതാൻ ശ്രമിക്കുക. അടുത്ത ദിവസം വേറൊരു പാഠവുമായിട്ട് നമുക്ക് കാണാം. നന്ദി.